ഞാൻ സ്റ്റെല്ല ഇമാനുവൽ. അടുത്തൊരു വിഷയവുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് ന്യൂമാൻ കോളേജിൽ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു ടോപ്പിക് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, കരിയർ ആൻഡ് ഫാമിലി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കരിയറിനും ഫാമിലിക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുമോ, ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ച. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ക്യാമ്പസ് വിഷൻ എന്ന യുവ മനസ്സുകളുടെ ചിന്താവേദിയിലേക്ക് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇന്നത്തെ ചർച്ച മോഡറേറ്റ് ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പാലാ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ MSW ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറായ ഏറെ ബഹുമാനപ്പെട്ട ബ്രിസ്റ്റോ മാത്യു സാറാണ്. സാറിനെ ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ കുടുംബത്തിനും കരിയറിനും ഒരു സമയമുണ്ട്. എന്നാൽ ചോദ്യം ഉയരുന്നത്, ഇവയിൽ രണ്ടിനെയും തുല്യതയോടെ കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ? കുടുംബവും കരിയറും നമ്മളുടെ ജീവിതത്തിലെ രണ്ട് തൂണുകളാണ്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു കേന്ദ്രമാണ് കുടുംബം. അതോടൊപ്പം തന്നെ നമ്മളുടെ വ്യത്യസ്ത ജീവിതത്തിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നങ്ങൾ നേടാനായി കരിയറിന് പുറകെ പോകുന്നു. ഇത് രണ്ടും സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? കുടുംബത്തിനും കരിയറിനും ഒരേ ഇമ്പോർട്ടൻസ് നൽകണോ, അതോ കരിയറിനാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ, കുടുംബത്തിന് ഇമ്പോർട്ടൻസ് വേണ്ട, അല്ലെങ്കിൽ തിരിച്ചുമാവാം? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. കാരണം രണ്ടിനും സമയം നല്ലതുപോലെ മാനേജ് ചെയ്യണം. കുടുംബത്തിനായാലും ജോലിക്കായാലും. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഒരു ജോലി ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരു ആശയമാണ്. അപ്പം ജോലി വേണ്ടേലേ ഉള്ളൂ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് നല്ല രീതിയിൽ നയിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കുടുംബവും അതുപോലെ തന്നെ ജോലിയും ഒരാൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, രണ്ടും നമുക്ക് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഒരു ചോദ്യം കൂടെ, നമ്മൾ നമ്മുടെ കരിയർ സെറ്റിൽ ചെയ്യാൻ ഉള്ള ഓട്ടത്തിൽ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താതെ പോകുന്നുണ്ടോ? നമ്മൾ കുടുംബത്തിനും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യമാണ്. നമ്മൾ നമ്മുടെ കരിയറിൻ്റെ പുറകെ ഓടിയാലും നമ്മുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നമ്മളൊരു നിശ്ചിത സമയം നമ്മൾ കണ്ടെത്തണം. കാരണം നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ ലക്ഷ്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ ഘടകങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ. അപ്പോൾ നമ്മുടെ കുടുംബത്തെ നമുക്ക് വിട്ടൊരിക്കലും നമുക്ക് കരിയറിൻ്റെ പുറകെ മാത്രം പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ രണ്ടും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ സാധിക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു നവനീത്. അതോടൊപ്പം ഒരാളും കൂടെ അഭിപ്രായം അറിയിക്കാനായി. ഇപ്പോൾ എല്ലാവരും കരിയറും മാരേജും ഒക്കെ ഒറ്റ ഒരു രീതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് ചിലരുടെ ഒരു കഴിവനുസരിച്ചിരിക്കും. ചിലർ മാരേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്നല്ല മറ്റു പലര് കരിയറിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കരിയറിന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിലൂടെ അവർ കുറച്ചുകൂടെ ഫ്ലെക്സിബിളും കുറച്ചുകൂടെ കോൺഫിഡൻറ്റും ആവും. അപ്പോൾ അതിനുശേഷം മാരേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതായത് സ്വയം പര്യാപ്തത എല്ലാ കാര്യത്തിനും അവർക്ക് നേടാൻ സാധിക്കും. ആരെയും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരില്ല. അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ. എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കരിയർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ വിവാഹവും ഇല്ലെങ്കിൽ കുടുംബജീവിതം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റു ഒരുപാട് പേരിൽ നിന്നും കേട്ട ഒരു കാര്യമാണ്, ഒരു കരിയർ ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ജോലി ഉണ്ടല്ലേ പെണ്ണ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു കേട്ടാലോ. അപ്പം അതുപോലെ ഇപ്പം ഒരു നല്ലൊരു ജോലിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ ഇപ്പം മക്കളുണ്ടാവുമ്പം അവർ നോക്കുക ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇല്ലെങ്കിൽ അങ്ങനെയല്ല, മക്കളുടെ കാര്യം എങ്ങനെയാവും? രണ്ടുപേരും വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ മക്കളുടെ ജീവിതം ഇങ്ങനെ ഒന്നുമില്ലാതെ ആയി പോകുമെന്നുള്ളൊരു സംശയം ഉണ്ടായി തോന്നിയിട്ടുണ്ട് പലരുടെയും പ്രസ്താവനകളിൽ നിന്ന്. സാൻജോയുടെ സംശയത്തിൻ്റെ ഒരു മറുപടി നമുക്ക് നവനീതിലേക്ക്
ഒന്നുകൂടി എത്തി നിൽക്കാമെന്ന് ഞാൻ കരുതാം. നവനീത് കൃത്യമായ ഒരു ബോധ്യത്തിൽ നിന്ന് സംസാരിച്ചു. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാതാപിതാക്കളുടെ സഹായം ഉണ്ടായേ പറ്റൂ, അവരുടെ സ്നേഹം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം, കുടുംബത്തിൻ്റെ റോള് കരിയറിനേക്കാളും ബിറ്റ് മുകളിലാണ് എന്ന് നവനീത് കൃത്യമായിട്ട് പറഞ്ഞു. നവനീത് അത് പറഞ്ഞപ്പോൾ ആരും പറയാതെ തന്നെ നിങ്ങൾ കൈയടിക്കുകയൊക്കെ ചെയ്തു. കാരണം അവൻ്റെ പറച്ചിലെ ആത്മാർത്ഥത, അവനത് ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനും അത് മനസ്സിലാക്കുന്നു. അപ്പോൾ സാൻജോയുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി നവനീതൻ്റെ ആദ്യത്തെ അഭിപ്രായം തന്നെയാണ്. കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന കരിയർ അത്ര നല്ലതല്ല. രണ്ടുപേരും അപ്പനും അമ്മയും കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ജീവിച്ചാൽ കുട്ടികൾക്ക് സ്നേഹം കിട്ടില്ല. ഇനി ആൻഡ്രി ആണെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു രണ്ടുപേരും ഇത് വളരെ കൃത്യമായിട്ട് ഒരു അങ്ങനെ കരിയറും ഫാമിലിയൊക്കെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ബട്ട് ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സണാലിറ്റി എന്നാണ് ആൻഡ്രിയ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് നമുക്ക് സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ സിസ്റ്റേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ ദിവ്യ മണവാളനോട് ഒത്തുള്ള ഒരു ജീവിതമാണ്. അവരുടെ കോൺഗ്രിഗേഷൻ്റെ ആവൃത്തിക്കുള്ളിൽ ഈശോയോട് പ്രാർത്ഥിച്ച് സഭയെ പടുത്തുയർത്താനും വിശുദ്ധരെ പരിപൂർണരാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അവരും കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പോൾ അവർ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കോൺഗ്രിഗേഷനിൽ ദൈവവിളി കുറയും. മാതാപിതാക്കൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് മാറിയാൽ മക്കൾക്ക് ദൈവസ്നേഹവും നന്മയും ജ്ഞാനവും കിട്ടുന്നത് കുറയും. ഇത് രണ്ടും രണ്ടാണ്. കുടുംബമാണ് ഫസ്റ്റ്. ആ കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പിന് വേണ്ടി കരിയർ ഈസ് ഫൈൻ. ആരും ജോലിയൊന്നും എടുക്കാതെ അന്തരീക്ഷത്തിൽ നിന്ന് അപ്പം ഭക്ഷിക്കാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ജോലി ചെയ്യണം, വർക്ക് ആവാൻ പാടില്ല. ഈ അടുത്ത നാളിൽ പല ആൾക്കാർ കൗൺസിലിങ്ങിൽ വന്നതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഒരു കൾച്ചർ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേറൊരു കൾച്ചർ. 2 ദിവസം അവധി കിട്ടുമ്പോൾ സ്റ്റാഫ് എല്ലാവരും കൂടെ ടൂർ പോവുകയാണ്. അവർക്കും ഒരു സ്ട്രെസ് റിലീഫൊക്കെ വേണ്ടതെന്ന് പറഞ്ഞ് മക്കൾ ആൻറ്റിയുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഈ മക്കളെയും കൂട്ടി ടൂർ പോയാൽ സ്ട്രെസ് കുറയില്ലേ? സ്ട്രെസ് കുറയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെയും കൂട്ടി അമേരിക്ക വരെ ഒന്നും ടൂർ പോകണമെന്നില്ല. ഈ ചുമ്മാ വാഴച്ചാൽ അതിരപ്പള്ളി വരെ പോയിട്ട് ഒരു പൊതി കടല മേടിച്ചു കൊടുത്താൽ അവർ ഹാപ്പിയാണ്. അവരാഗ്രഹിക്കുന്നത് സമയമാണ്, മാതാപിതാക്കൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം. അതിന് പകരം ഇവർക്ക് ഒരായുസ് മുഴുവൻ തിന്നാനുള്ള പണം ഉണ്ടാക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ വർക്കഹോളിക്കായിട്ട് പോയി കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് കരുതുക. അവിടെ അതിൻ്റെ ഇൻഡെപ്തിലുള്ള സ്നേഹവും അല്ലെ അതിൻ്റെ പൊതുസ്വഭാവത്തിലൊരു മാറ്റം വരും. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രിഗേഷനുകളിലും സംഭവിക്കുന്നതാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിലെന്തെങ്കിലും പപ്പായമ്മയ്ക്ക് ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ ബെല്ലടി ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ 2 കന്യാസ്ത്രീമാരായിരിക്കും. അപ്പം പിള്ളേർക്ക് സന്തോഷമാകും. കാരണം സിസ്റ്റേഴ്സ് വരുമ്പോൾ പപ്പയും അമ്മയും വഴക്കൊക്കെ നിർത്തും. പിന്നെ അവരെ ട്രീറ്റ് ചെയ്യും. അവർക്ക് ഇങ്ങനെ ചിപ്സ്, പഴം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കും. പിള്ളേർക്ക് 3 കാര്യങ്ങളിൽ സന്തോഷമാണ്. സിസ്റ്റേഴ്സ് വന്നതുകൊണ്ട് ഈ വഴക്ക് കുറയുന്നു. 2 അവർ പോയി കഴിയുമ്പോൾ മിച്ചമുള്ളതൊക്കെ തിന്നാം. 3 ഈ കന്യാസ്ത്രീമാർ വരുമ്പോൾ വല്ല ടവലോ കാശി എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുക്കും. ഇഫ് യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു കരിയർ റാദർ ദാൻ അവർ കോൾ, എൻ്റെ അപ്പൻ എന്ന വിളിക്ക് പ്രത്യുത്തിരിക്കുന്നതിന് പകരം ഞാൻ വേറെ എന്തെല്ലാം ചെയ്താലും എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് പോസിബിളാണ്. പക്ഷെ അതിങ്ങനെയാണ്, ഔട്ട് ഓഫ് 100 ഫാമിലിക്ക് ഒരു 70% ഇമ്പോർട്ടൻസും കരിയറിന് ഒരു 30% ഇമ്പോർട്ടൻസും കൊടുക്കുകയാണെങ്കിൽ മക്കൾ മര്യാദയ്ക്ക് വളരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ സ്റ്റെല്ല കുറച്ച് മുമ്പ് എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നില്ലേ, സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അതെന്തായിരുന്നു? ഇവരോടും കൂടെ ഒന്ന് പറയൂ. സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ്റെ ഒരു ആശയം ഞാൻ പറയാം. അതിനോട് നിങ്ങൾക്ക് യോജിക്കാം, എതിർത്ത് പറയാം. ഇപ്പോൾ നമ്മൾ കരിയറും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുമോ, അതൊക്കെ തന്നെയല്ലേ ചർച്ചാ വിഷയം. അപ്പോൾ സ്ത്രീകൾ കുടുംബത്ത് ഇരുന്നാൽ മതിയല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം നന്നായിട്ട് പോകും. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീകൾ വീട്ടിലിരുന്നാൽ ഒരു ഫാമിലി ബെറ്റർ ആയിട്ട് പോകും, സ്ത്രീകൾ വീട്ടിലിരിക്കട്ടെ അതോ വേണ്ടയോ? ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു എല്ലാവരും ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതും. അപ്പം ഒരിക്കലും അവരെ വീടിൻ്റെ അകത്ത് ഇരിക്കാനാണ് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്. എൻ്റെ കൊച്ചിൻ്റെ കൂടെ, എൻ്റെ മക്കളുടെ കൂടെയാണ് അവരുടെ ആത്മാർത്ഥമായ ഇൻട്രസ്റ്റ്. അതാണെങ്കിൽ അവരെ അലൗ ചെയ്യണം. അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അവർ എന്തെങ്കിലും ഇഷ്ടമുള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിലിരുന്നാൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ചിന്താഗതിയാണ്. വീട്ടിലിരുന്നും
ഇഷ്ടം പോലെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലിക്കുള്ള അവസരങ്ങൾ ഇന്നത്തെ സമൂഹത്ത് ഈ ആധുനിക യുഗത്തിൽ ഉണ്ട്. അത് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കൺസേൺ, ഇപ്പം ഇതിനോട് ഡീവിയേറ്റ് ചെയ്തൊരു കൺസേൺ ആണ്. പലരും പല സിനിമകളിലും ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നൊരു സാധനം, ഫാമിലി എന്ന ഒരു സംഭവത്തെ താറടിച്ച് അല്ലെങ്കിൽ താഴ്ത്തി കാണിച്ചുകൊണ്ട് ഫാമിലിയേക്കാൾ ആവശ്യം ജോലി നേടുക, പൈസ സമ്പാദിക്കുക, ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്യുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന ആശയവും അതുതന്നെയാണ്. അതിനപ്പുറം സ്വന്തം ഫാമിലിനെ ചേർത്ത് പിടിക്കുന്നത് വഴിയും അവരുടെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് വഴിയും അവരനുഭവിക്കുന്ന, ഇന്നത്തെ പിള്ളേർ ഒത്തിരി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന സാധനമൊക്കെ. അത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് അവരെ നയിക്കുന്നത് വലിയ ക്രിമിനൽസ് ആയിട്ട് വരെ നയിക്കാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണത്. അത് ആരും കാണുന്നില്ല ഇന്നത്തെ കാലത്ത്. അവരുടെ പേരൻസ് ഫാമിലിയിൽ നിന്ന് തടക്കാതെ ഒരിക്കലും അതിനൊരു ഉത്തരവും കിട്ടത്തില്ല. അവരുടെ പേരൻസ് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ 2 നേരം അല്ലെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്തോ, മോനെ നീ ഓക്കെ ആണോ, കൊച്ചെ നീ ഓക്കെ ആണോ, നിനക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ, നിൻ്റെ ഫ്രണ്ട്സൊക്കെ ആരൊക്കെയാ എന്നൊരു കൺസേൺ ചോദിക്കാൻ സമയമില്ലെങ്കിൽ അതൊരു ഫെയിൽഡ് പേരൻറ്ഹുഡ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോവുക, നമ്മുടെ കരിയറും അതുപോലെ തന്നെ നമ്മുടെ കുടുംബവും. കാരണം കുടുംബത്തിനാണ് എപ്പോഴും നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പൈസ വേണം, നമ്മൾ പൈസ മാത്രം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഒന്നും ഇല്ലാതാവും. കാരണം നമ്മുടെ മക്കൾ, അവർക്ക് നമ്മൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ പ്രായമായ അച്ഛനും അമ്മയും നോക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി സമയം മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന ഈ പേരൻസ് പ്രായമാകുന്ന സമയത്ത് അവർക്കും തിരിച്ച് അതുപോലെ തന്നെ കിട്ടും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അവനവൻ വിതയ്ക്കുന്ന അവനവൻ തന്നെ കൊയ്യുമെന്ന്. നമ്മൾ എന്താണോ നമ്മുടെ മക്കളോട് ചെയ്യുന്നത് അത് തന്നെ അവർ തിരിച്ചു ചെയ്യും. അപ്പോൾ നമ്മൾ ആലോചിക്കും, അന്ന് അവരെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും. ആ ഒരവസ്ഥ വരരുതെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയറും അതുപോലെ തന്നെ കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോകണം. രണ്ടിനും തുല്യമായ സമയം വേണം. കാരണം ജോലി ചെയ്താലേ പൈസ കിട്ടുകയുള്ളൂ. കാരണം ജീവിക്കുന്നതിന് പൈസ അത്യന്താപേക്ഷിതമാണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുടുംബത്തെ മാറ്റി നിർത്തി അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ തിരക്കാണ്, അതുപോലെ പാർട്ട്ണർ വിളിക്കുമ്പോൾ തിരക്കാണ്, ചിലപ്പോൾ അത് ഒരു തരത്തിലുള്ളൊരു കള്ളത്തരമായിരിക്കാം. അങ്ങനെ നമ്മൾ ഒഴിവാക്കാതെ രണ്ടിനും ഇമ്പോർട്ടൻ്റ് പ്രാധാന്യം കൊടുക്കുക. പിന്നെ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. സ്ത്രീകൾ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നതാണ്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. കാരണം ഒരു 10 രൂപയ്ക്ക് പോലും പാർട്ട്ണറിൻ്റെ മുൻപിൽ കൈ നീട്ടരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം ചോദിക്കും, നീ എന്തുണ്ടാക്കി, നിനക്ക് എന്തുണ്ട്, ഞാൻ തന്ന പൈസ കൊണ്ട് നീ ഡ്രസ്സ് എടുത്തും സിനിമ കണ്ടും തീർക്കുമല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവൾക്കൊന്നും മിണ്ടാനില്ല. പക്ഷെ 2 പേരും ഈക്വലായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ 2 പേരുടെയും പൈസ കൊണ്ട് മക്കളെ നന്നായിട്ട് വളർത്താൻ സാധിക്കും. നവനീതേ, ഞാനൊന്ന് ഇടയ്ക്ക് കയറട്ടെ നവനീത. അതായത് ഈ ജോലി എന്ന് പറയുന്നതേ, ഈ സ്ത്രീകൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഷർട്ട് അയൺ ചെയ്യുന്നതും ഇതൊക്കെ ഒരു ജോലി തന്നെയാണ്. അത് നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ ബാങ്കിലോ എവിടെയെങ്കിലും പോയിട്ട് ഇതേ പണി ചെയ്തിട്ട് 15,000 രൂപ ശമ്പളം മേടിക്കുന്നതാണോ നല്ലത്? കുറേയും കൂടി പ്രോപ്പറായിട്ട് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ ഇൻകം ഉണ്ടാക്കുന്നതാണോ നല്ലത്? ഇപ്പം നമ്മളുടെ നേരത്തെ പറഞ്ഞല്ലേ, വീട്ടിലിരുന്നാണേലും ക്യാഷ് ഉണ്ടാക്കാം. നവനീത് ഉദ്ദേശിച്ചത് ഇതേ ഉള്ളൂ, എന്തെങ്കിലും ഒരു പ്രൊയാക്റ്റീവായിട്ടൊരു കാര്യം സ്ത്രീകൾ ചെയ്യണമെന്നാണ് നവനീത് പറയുന്നത്. പക്ഷെ നവനീത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നവനീതേ, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നവനീതും ഈ കോളേജിലുണ്ട് കേട്ടോ. നിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ വ്യത്യസ്തവും എന്താണ് കാലഘട്ടം കാതോർത്തിരുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് നീ പറയുന്നത്. അപ്പോൾ നമുക്ക് നവനീത് പറഞ്ഞതും അമലുടെ പറഞ്ഞതും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ചിന്തയിലെത്താം. ആവശ്യമെന്ന് വന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോ നവനി, നിനക്ക് എന്ത് വേണേലും പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഒരു സിംഗിൾ മദർ, അതായത് ഇപ്പൊ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ കുട്ടികളെ നോക്കണമെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ജോലി അത്യന്താപേക്ഷിതമാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തണം. അപ്പോൾ ഒരു ജോലി എന്തായാലും അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു, നല്ല കാര്യം. അപ്പോൾ നവനീത് പറഞ്ഞതും അമലുടെ പറഞ്ഞതും എല്ലാം ചേർത്ത് വെച്ചിട്ടല്ല, ഞാനൊരു ചെറിയൊരു സംഭവം ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് കുറിക്കാം. ഒരു 1.5-2 വർഷം മുമ്പ് അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അയർലൻഡിലെ ജോലി വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മൂത്ത മകൻ സംസാരിക്കുന്നില്ല. എന്താണ് സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഡഫ് ആൻഡ് ഡം ഒന്നുമല്ല, സംസാരിക്കുകയല്ല, വിശക്കുമ്പോൾ ആക്ഷൻ കാണിക്കുകയുള്ളൂ. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു,
ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ആരെങ്കിലും ഈ കുഞ്ഞിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ കുഞ്ഞിന് സംസാരിക്കാമെന്ന്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി കുറേ ഡോളേഴ്സ് ഉണ്ടാക്കുന്നതിന് പകരം ആ പുള്ളിക്കാരത്തി നിഷ്കളങ്കമായി അവിടുത്തെ പരിപാടി വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്നു. 4 ആഴ്ച മുമ്പ് പാലാ മരീൻ സെൻറ്ററിൽ വെച്ച് ഞാൻ ഇവരെ കണ്ട് പരിചയം വീണ്ടും ഒന്നുകൂടി യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ ആ കൊച്ചു സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, ഒരു സ്ഥലത്ത് ആ കരിയർ എന്ന് പറയുന്ന സാധനം അമ്മയുടെ പറഞ്ഞതുപോലെ ആ പത്തറ്റിക് അവസ്ഥ മനസ്സിലാക്കി വിദേശത്ത് ജോലി വേണ്ടാന്ന് വെച്ച അമ്മ നാട്ടിൽ വന്നപ്പോൾ ഈ കൊച്ചു സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞ് സംസാരിക്കേണ്ടത് MSW കഴിഞ്ഞ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ കാരുണ്യത്താലല്ല, അമ്മ പറഞ്ഞു കൊടുക്കണം, അമ്മ, അപ്പ, ഈശോ എന്നൊക്കെ. അത് പണിക്കാരിത്തിയെ ഏൽപ്പിച്ചിട്ട് 16,000 രൂപ ശമ്പളത്തിന് എവിടെയെങ്കിലും പോയി ജോലി ചെയ്തിട്ട് വീക്കെൻഡിൽ എവിടെയെങ്കിലും പോയി ടൂറ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് കൊച്ചിനെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയി വിടുവാണ്. അങ്ങനെയൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വമായിട്ടും ഫെമിനിസവുമായിട്ടും ഇങ്ങനെ ഭയങ്കര ബഹളങ്ങൾ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് അമ്മയെ തന്നെയാണ് വേണ്ടത്, അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ബാക്കി കാര്യം കർത്താവ് നോക്കിയോളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാനങ്ങനെ ചേർത്ത് വെച്ചു എന്നുള്ളൂ. അതിനർത്ഥം ജോലി ചെയ്യേണ്ട എന്നുള്ള രീതിയിലല്ല കേട്ടോ. വി ഷുഡ് ഗീവ് ടു മോർ ഇമ്പോർട്ടൻസ് ഫാമിലിക്ക് കൊടുത്താലേ ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഇത് മറ്റൊരു കോളേജിൽ ഇങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, പേരൻസിന് ഒട്ടും സമയമില്ല എന്നാണ് പറഞ്ഞത് അവരെ ഒന്ന് കേൾക്കാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു വർക്കഹോളിക് മെറ്റീരിയലിസ്റ്റിക് കൾച്ചറിൽ കുട്ടികളെ വേണ്ട അത്ര സ്നേഹവും അല്ലെ പാമ്പർ ചെയ്യപ്പെടുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ അമ്മയും അപ്പനും എംപ്ലോയിഡാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടുന്ന സമയം അവർ ചെലവഴിക്കുന്നുണ്ട്. ഞങ്ങൾ 4 പിള്ളേരാണ്. 4 പിള്ളേരും കുഴപ്പമില്ലാണ്ട് സ്നേഹത്തിലെല്ലാം ഷെയർ ചെയ്യാൻ പറ്റി തന്നെയാണ് വളരുന്നത്. അപ്പം എങ്ങനെ കരിയറും അതുപോലെ തന്നെ ഫാമിലിയും കൊണ്ടുപോകണമെന്നറിയാവുന്നവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതിപ്പം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഓക്കെ, താങ്ക് യു ഐറിൻ. അപ്പോൾ ഐറിൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയുവാണെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുപോകണമെന്ന് അറിയില്ലെങ്കിൽ കുഴപ്പമാണോ ഐറിൻ? കൊണ്ടുപോകണമെന്ന് അറിയില്ലെങ്കിൽ അത് കുഴപ്പമാണ്. ഇപ്പം ഐറിൻ്റെ പേരൻസ് 4 മക്കൾ നിങ്ങളെ സ്നേഹപൂർവ്വം ഒക്കെ വളർത്തി. ഇപ്പം ഐറിൻ ഇപ്പം മൂത്തതാണോ? രണ്ടാമത്തെ ആള്. ഓക്കെ, അപ്പോൾ ആ കാലത്ത് 4 മക്കളൊരു വലിയ പ്രശ്നമായിരുന്നോ? സാധാരണ 2, 3 ഒക്കെ ഞങ്ങൾ നല്ല ഏജ് ഗ്യാപ്പിലാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 മക്കളെ ഐറിൻ്റെ പേരൻസ് നന്നായി വളർത്തി, കുഴപ്പമില്ല. അപ്പോൾ പേരൻറ്റിങ്ങിന് അതിൻ്റെതായ റോൾ ഉണ്ടെന്നാണ് ഐറിൻ പറയുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മക്കൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള സമയം അവർക്ക് ചെലവഴിക്കാൻ അവർക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കൾ അങ്ങോട്ട് പറയും, മാതാപിതാക്കൾ അവരുടെ കരിയറിലുണ്ടായ ഓഫീസിലുണ്ടായ ഷെയർ ചെയ്യാൻ, പിള്ളേരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ലോകത്തുള്ള എല്ലാ പേരൻസും ഐറിൻ്റെ പേരൻസിനെ പോലെ ആയിരിക്കുമോ? ഇവിടെ ആരും ഒരു അല്ല എന്ന് പറഞ്ഞ ആളാരാ? ഒരു വലിയൊരു അല്ല കേട്ടു, ആ മൈക്ക് കൊടുക്കൂ. എൻ്റെ പേര് മെബിൽ ബെന്നി. ഞാൻ ഇവിടെ ആളെ എതിർത്താണ് സംസാരിക്കുന്നത്. ഓരോ ആൾക്ക് അവരുടെ കഴിവുകളോട് കൂടിയാണ് ഫാമിലി മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ടൈം മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്. ഇപ്പോൾ ആൾ പറഞ്ഞു ഫാദർ മാത്രം ജോലി ചെയ്യാതിരിക്കാം, ഫാദർ മാത്രം വേണേൽ ജോലി ചെയ്യാം, മദർ വേണേൽ ജോലി ചെയ്യാതിരിക്കാം. അത് അവർ ഓപ്ഷണബിളാണ്, അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ചിരിക്കും. അപ്പം ഒരു ടീച്ചർ എന്ന നിലയിൽ നോക്കുക, ഒരു മൺഡേ ടു ഫ്രൈഡേ ആണ് അവരുടെ സ്കെഡ്യൂള് നോർമലി. ഇപ്പോൾ സാറ്റർഡേ ക്ലാസ്സസ് ഉണ്ട്, എങ്കിലും പിള്ളേർക്ക് സമയം കണ്ടെത്താൻ പറ്റുമെന്ന ഉദാഹരണമാണ് ടീച്ചർ ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം. ഇപ്പോൾ ടീച്ചർ പോസ്റ്റിൽ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ എന്നെ പ്രതി ജോലി കളഞ്ഞൊരു വ്യക്തിയാണ്. എന്നിട്ടും ഞാൻ പറയുകയാണ്, ജോലി കളഞ്ഞതിൽ ആൾക്ക് വിഷമമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിലുള്ള കാര്യം എന്ന് വെച്ചാൽ സ്വന്തം മക്കളെ നോക്കാനും സ്വന്തം കാര്യം നോക്കാനും അതേപോലെ വീട്ടിലെ കാര്യവും ജോലിയും കരിയർ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും വലിയ കീ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഫാമിലി ടൈം കണ്ടുപിടിക്കാനും അതേപോലെ ജോലി ചെയ്യാനുള്ള സമയം കണ്ടുപിടിക്കാനും ഇതൊരു ടൈം മാനേജ്മെൻ്റ് ആണ്. ബേസിക്കലി പറയാൻ നമുക്ക് മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടെങ്കിൽ ഫാദറിനും മദറിനും വേണേൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫാദറിന് മാത്രം വർക്ക് ചെയ്യാം, അല്ലെ വേണമെങ്കിൽ നേരത്തെ റിട്ടയർ ചെയ്യാം, അല്ലെങ്കിൽ അതാണ് പ്ലാനിങ്ങും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ നിന്റെ അമ്മ നിനക്ക് വേണ്ടി ജോലി കളഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണോ, മാനേജ്മെന്റ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണോ? എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എൻ്റെ അമ്മ ജോലി കളഞ്ഞത്. നിന്റെ അമ്മയോട് ഒരു അന്വേഷണം പറഞ്ഞു കേട്ടോ, നല്ല സ്നേഹമുള്ള ഒരു അമ്മയുടെ മകനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ജോലി കളയാന്നൊക്കെ പറഞ്ഞാൽ നിന്റെ അമ്മ ഒരു ഭയങ്കര നല്ല അമ്മയാട്ടാ. അതെനിക്കറിയാം. എനിക്ക് 2.5 വയസ്സായപ്പോൾ ജോലി കളഞ്ഞൊരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ നാട്ടിലില്ലാത്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ജോലി കളയേണ്ട ഒരു അവസ്ഥ വന്നത്. അല്ലെങ്കിൽ അമ്മ കണ്ടിന്യൂ ചെയ്ത് എനിക്കറിയാമായിരുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഡോണ. ഇതിനെ സംബന്ധിച്ച് എനിക്കൊരു സംശയമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പനും അമ്മയും രണ്ടുപേരും മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കത് ഓക്കെയാണ്, രണ്ടുപേരും ജോലി ചെയ്യട്ടെ. പക്ഷേ ഇൻ കേസ് ഇനിയിപ്പോൾ
അവർക്കത് പറ്റുന്നില്ല. കുട്ടികളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഒരാൾ ജോലി ഉപേക്ഷിച്ചേ പറ്റൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മയത് ജോലി കളയണോ അപ്പനത് ജോലി കളയണോ? ചിലപ്പോൾ വരുമാനം കൂടുതൽ അമ്മയ്ക്കാണെങ്കിൽ ഓക്കെ, അപ്പൻ ജോലി കളയാം. പക്ഷെ പൊതുവെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല. എപ്പോഴും പറയും അമ്മയാണ് കൂടെ വേണ്ടത് മക്കളുടെ കൂടെ. പക്ഷേ അപ്പൻ ഇതുവരെ കൂടെ ഇരുന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് എത്ര കുട്ടികൾ കണ്ടിട്ടുണ്ടാകുമെന്നുള്ളൊരു സംശയമാണ്. അപ്പം നല്ല അപ്പന്മാരുടെ കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്ന മക്കളും ഉണ്ടല്ലോ. അപ്പോൾ പൊതുവെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാറില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും പറയാം. ഡോണ, ഇങ്ങനെയൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിങ്ങനെയൊരു ചോദ്യം അല്ലെ, ഇത്തരം ചില ചിന്തകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ആ കാലഘട്ടങ്ങളിൽ അമ്മ ജോലിക്ക് പോയിട്ട് അമ്മയ്ക്കായിരിക്കും ശമ്പളം കൂടുതൽ കിട്ടുന്നത്. അപ്പം വീട്ടിലിരുന്ന് അപ്പന് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പന് പാല് കൊടുക്കാൻ പറ്റുകയില്ല, ഒരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ അമ്മയുടെ ഒരു സ്കിൻ ടു സ്കിൻ ഒരു സാധനമുണ്ട് ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. ആ മാറോട് ചേർത്ത് വെച്ച് പാല് കൊടുത്ത് പാട്ട് പാടി ഉറക്കാന്നൊക്കെ പറയുന്ന സാധനം അപ്പൻ ഏപ്രനൊക്കെ ഇട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചൊരു ഗോഷ്ഠിയാകുകയുള്ളൂ. അതൊരു കാര്യം. ഇനി ഈ കുഞ്ഞിന് ഇച്ചിരിയും കൂടി വളർന്ന് വലുതായി ഇട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, അപ്പന് വേണമെങ്കിൽ ഇത് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മരിയ ഓക്കെ, മരിയ സിസ്റ്റർ ആവാൻ പ്ലാനൊന്നും ഇല്ലല്ലോ അല്ലേ? മാരീഡ് ആവാൻ തന്നെയല്ലോ ഉദ്ദേശം അല്ലേ? ഓക്കെ. മരിയയുടെ ഒരു ക്വസ്റ്റ്യൻ. മരിയയുടെ കല്യാണം കഴിഞ്ഞു. മരിയ നന്നായി പഠിക്കുന്ന ഒരാളൊക്കെയാണ്. മരിയയുടെ ഹസ്ബൻഡ് വളരെ ക്വാളിഫൈഡ് ആണ്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. മരിയ ഏത് ഓപ്റ്റ് ചെയ്യും? കുഞ്ഞുങ്ങളെ ഒക്കെ നന്നായി കുറച്ചുകൂടെ കെയർ ചെയ്ത് വളർത്തി മരിയയ്ക്ക് കിട്ടാതെ പോയ പാമ്പറിംഗ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഡിസൈൻ ചെയ്ത് വളർത്തി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമോ അതോ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമോ? പണത്തിന് ബുദ്ധിമുട്ടില്ല. മരിയയുടെ കുഞ്ഞുങ്ങളെയും ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി മരിയയുടെ ഹസ്ബൻഡിന് ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ സഹജമായ വാത്സല്യത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ മരിയ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ നോക്കുമോ അതോ ജോലിക്ക് എന്തായിരിക്കും മരിയ എന്തിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക? ഇപ്പം സാർ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിന് കേപ്പബിൾ ആണെങ്കിൽ കുഞ്ഞു വളർന്നു വരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, ഒരു അമ്മയ്ക്ക് അല്ലെ ഒരു കുഞ്ഞിന് അമ്മേനെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾക്ക് അറിയാവുന്ന ആ കാലഘട്ടത്തിൽ ഉറപ്പായും കുഞ്ഞിൻ്റെ കൂടെ നിൽക്കും. അതിനുശേഷം കുഞ്ഞിന് തിരിച്ചറിവ് വരുന്ന ഒരു പ്രായം വരുമ്പം, അതായത് സ്കൂളിൽ ചേർത്തു, അവനോ അവളോ ആയിരിക്കട്ടെ, അവർക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഐ വിൽ ചൂസ് മൈസെൽഫ്. എനിക്കൊരു കരിയർ വേണമെന്ന് ഞാൻ തീരുമാനിക്കുവാണ്. എനിക്കും ഉണ്ടാവും സ്വപ്നങ്ങൾ, ഓരോ മനുഷ്യനും സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സ്വപ്നങ്ങളും എനിക്ക് നേടണം എന്നൊരാഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഡോണയുടെ ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം ഞാൻ പറഞ്ഞു, കുറച്ചൊരു ഉത്തരം മരിയ പറഞ്ഞു. ഇനി കുറച്ചുകൂടെ സമ്പൂർണ്ണമായൊരു ഉത്തരം പറയാം. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എത്രയൊക്കെ ബഹളം വെച്ചാലും, ഇനി എത്രയൊക്കെ തെരുവ് നാടകം നടത്തിയാലും, എത്രയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം പ്രസംഗങ്ങൾ ഇട്ടാലും സ്ത്രീക്ക് പുരുഷനെ പോലെയോ പുരുഷന് സ്ത്രീയെ പോലെയോ ഒന്നും ആകാൻ പറ്റില്ല. കുറേ ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് മൈമ നടത്താമെന്നുള്ളതൊക്കെ ഉള്ളൂ. കാരണം സ്ത്രീ ചെയ്യുന്ന മഹത്തരമായ പല കാര്യങ്ങളും പുരുഷന് ചെയ്യാൻ പറ്റില്ല. പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ ഈ ഫീഡിങ് എന്ന് പറയുന്നത്, അമ്മ മനസ്സെന്ന് പറയുന്നത്, അമ്മ മുലപ്പാൽ കൊടുക്കുന്നത്, അമ്മ പാട്ട് പാടിയെ കൊച്ചിനെ ഇങ്ങനെ കടത്തിയിട്ട് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കിക്കിലി എന്ന് പറഞ്ഞ് കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ചേട്ടന്മാർ ചെയ്താൽ അത്ര എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യമുണ്ട് ഡോണ അതിനകത്ത്. പക്ഷേ ഡോണയുടെ ക്വസ്റ്റ്യൻ വെരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആൻസർ വളരെ സിമ്പിളാണ് ഡോണ. അത് നമുക്ക് അവനവന് ചേരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് അത് ബ്യൂട്ടിഫുൾ ആകുക. ഇതിനു മുമ്പ് ഫെമിനിസത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ മറ്റൊരു ക്യാമ്പസിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്തൊരു പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ലുങ്കി എടുത്താൽ എന്താ കുഴപ്പമെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊച്ചു വേണേൽ കൊടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ ലുങ്കി കൊടുക്കുന്നത്? വേറെ എന്തെല്ലാം ഡ്രസ്സുണ്ട് അല്ലേ? അതൊന്നും അല്ലല്ലോ അതിൻ്റെ സ്വാതന്ത്ര്യം. നമുക്ക് വഴങ്ങുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നവനീത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു സമയമായി എന്നാണ് സ്റ്റെല്ല ഞാൻ കരുതുക. നവനീത് പറഞ്ഞൊരു കാര്യമുണ്ട്, വിതച്ചതേ കൊയ്യൂ. അത് സത്യമാണ്. പാലാ, ചങ്ങനാശ്ശേരി, കോട്ടയം, തിരുവല്ല, ഇങ്ങനെ കേരളത്തിൻ്റെ പല പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പല വീടുകളും ഇന്ന് വെറുതെ കിടക്കുകയാണ്. ആ വീട്ടിലൊന്നും ആരുമില്ല. പല കോൺവെൻറ്റുകളും ചിലപ്പോൾ പൂട്ടാനുള്ള സാധ്യതയുണ്ട്. സിസ്റ്റർമാരെ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവവിളിയൊന്നും ആർക്കും കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെച്ചു. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിനും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്പിരിച്വാലിറ്റിയും കുടുംബവും വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് എന്താ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വൃദ്ധസദനങ്ങൾ സന്ദർശിക്ക്. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്
കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ആയിരിക്കും, ചിലരെ കാണുകയില്ല. അവരൊക്കെ മക്കളുടെ കൂടെ കഴിയുമ്പോൾ അല്ലാത്തവരൊക്കെ അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നു. അതാണ് നവനീത് പറഞ്ഞത്, വിതച്ചതേ കൊയ്യൂ. ഒരു കാലത്ത് കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാലത്ത് ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കും. എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊരു അങ്കിൾ പറഞ്ഞായിരുന്നല്ലോ. അങ്കിളിൻ്റെ പേരെന്താ? എഡ്വിൻ. ഐസക് ന്യൂട്ടൺ. അങ്ങനെ സംഭവിക്കും. അപ്പോൾ സ്റ്റെല്ല, വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്നാണ് ഞാൻ കരുതുക. നമുക്ക് സമയമായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എനിക്കറിയാം ഒത്തിരി പേർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുമുണ്ട്. ഒത്തിരി ആശയങ്ങളും സംശയങ്ങളും ഇനിയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. നമ്മളിതുകൊണ്ട് നിർത്തുന്നില്ല. ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി നമ്മൾ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവരും ദൈവസ്നേഹത്തിലായിരിക്കുക. നന്ദി. Canvas so new for the youth's dreams, their hopes and their view. A program to capture what their hearts hold inside. 3 thoughts and their futures with nothing to